ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഈ സീറ്റിലാണ്, മറ്റേ ആടണ സീറ്റിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ മെൽബൺ സിറ്റിയിലോട്ട് പോവാണ് 12 o'clock ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. 2026 പോവാൻ എക്സൈറ്റഡ് ആണ്. സിറ്റിയിലെത്തിപ്പിക്കും. സിറ്റി നല്ല ക്രൗഡഡ് ആയിരുന്നു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ. തിരിച്ചു പോകാറാകുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. നടക്കാൻ സ്ലോ ആയിട്ടായിരുന്നു എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഇങ്ങനെ ടോയ്ലറ്റ്സ് ഒക്കെ അവിടെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ചെറുതായിട്ട് വിശന്നു. അപ്പം ഞങ്ങൾ അവിടെ നൈറ്റ് കുറേ ഷോപ്സൊക്കെ ഓപ്പൺ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് നൈറ്റ് ലൈറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫയർ വർക്ക്സ് ഒക്കെ? എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. 2026. പിന്നെ ഞങ്ങൾ മുമ്പ് ഒരു ദിവസം സിറ്റിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അന്ന് ആദ്യം ACMIയിലോട്ടാണ് പോയത്. ഇതൊരു ഓസ്ട്രേലിയൻ നാഷണൽ മ്യൂസിയം ഓഫ് സ്ക്രീൻ കൾച്ചർ ആണ്. ഇത് ഫെഡറേഷൻ സ്ക്വയറിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്ത് നോക്കുന്നത്. ഇത് മെയിൻലി ഫിലിം, TV, വീഡിയോ ഗെയിംസ്, ആർട്ട് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. അവിടെ പോയപ്പോൾ നമുക്ക് പഴയ ക്യാമറാസ്, പിന്നെ അതുപോലെ തന്നെ ഈ ലാപ്ടോപ്സ്, പിന്നെ കുറേ പണ്ടത്തെ കാര്യങ്ങൾ, ഈ പെയിൻറ്റിങ്ങിനും അതിനും ഇതിനൊക്കെ യൂസ് ചെയ്ത ടൂൾസ്, പിന്നെ പണ്ടത്തെ ഗെയിംസ്, ഇങ്ങനെ ബോർഡ് ഗെയിംസും സംഭവങ്ങളൊക്കെ ഇല്ലേ. പിന്നെ കുറേ പണ്ടത്തെ പിന്നെ വീഡിയോ CDs, കാസറ്റ്സ് അതൊക്കെ ഉണ്ട്. പണ്ടത്തെ കുറേ കാര്യങ്ങൾ അങ്ങനെ കണ്ടു. പുതിയ വരുന്ന ജനറേഷന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് നോക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ നമ്മുടെ പണ്ടത്തെ നമ്മുടെ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വെറുതെ യൂസ് ചെയ്ത് നോക്കാനൊക്കെ തോന്നി. ഞാൻ വെറുതെ അമർത്തി അതിലെന്തോ പസിൽ ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മൗസ് അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സിറ്റി കൂടെയൊക്കെ ഒന്ന് നടന്നു. മമ്മി ചൂറോസ് ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, പോവാ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നല്ലതാ? മമ്മിക്ക് അത് നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല തന്നെയായിരുന്നു, എനിക്കും നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിലാണ് പോയത്. അപ്പോൾ അത് സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് മമ്മിക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. At long last love has arrived, and I thank God I am allowed in the way that I stand. There's nothing else to compare, but if you feel like I feel. പിന്നെ ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പാട്ടൊക്കെ കേട്ടു. പിന്നെ ഞങ്ങൾ സിറ്റിയിൽ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്താലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ടോട്ട് ബാഗ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞു കുഞ്ഞു പേഴ്സസും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ഷോപ്പായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു പൗച്ചസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എൻ്റെ കസിൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ 2 എണ്ണം എടുത്തായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ അവിടെ ഒരു മിനിസോ ഉണ്ടായിരുന്നു. അത് നല്ല ഒരു വലിയ മിനിസോ തന്നെയായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു എല്ലാ സാധനങ്ങളും. അപ്പോൾ ഞങ്ങൾ അവിടെയും ജസ്റ്റ് കയറി ഇറങ്ങി ഓരോ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് യു വൺസ് അഗെയിൻ എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.